ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജൂലൈ മാസമാണ്. പക്ഷേ എന്നിട്ടും നമ്മളിപ്പോൾ എ സി ഉപയോഗിക്കുന്നുണ്ട്. കാരണം മഴ നല്ലോണം കുറവുണ്ട്, ചൂട് നല്ല രാത്രിയൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം എ സി അത്യാവശ്യം ആൾക്കാരിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പവർ കട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞത് 26 ഡിഗ്രിയിലൊക്കെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനാണ് എ സി. കമ്പനി നമ്മളോട് പറയുന്നത് 24 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ നിങ്ങൾ എ സി വെച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സോളാർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന ചൂടിന് മുന്നേ സോളാർ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്കിപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂറോളം പവർ കട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചൂട് വരുമ്പോഴത്തേന് ഉറപ്പായിട്ടും ഇതിലും കൂടുതൽ സമയം പവർ കട്ടിന് വേണ്ടി വരും. കാരണം ഞങ്ങളിപ്പോൾ എ സി പണി തുടങ്ങിയിട്ട് സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അത്രത്തോളം എ സി നമുക്ക് സെയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷം അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡബിളായിരിക്കും KSEB ഉപയോഗം വരുന്നത്. അതുപോലും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു അബദ്ധം തന്നെയാണ്. കാരണം ഒരു ദിവസം ഓരോ എ സി എന്നല്ല, ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന നമുക്ക് എ സി കാണുള്ളൂ. അപ്പോൾ അത് തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു സർവേ എടുത്താൽ തന്നെ നമുക്കറിയായിരിക്കും എത്രത്തോളം വലിയൊരു ആവശ്യമാണ് നമുക്ക് കറണ്ട് കൊണ്ട് ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ അവർ വാങ്ങിയിട്ടുള്ളത് നമ്മളൊരു 200 മെഗാവാട്ടാണ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ഇപ്പോൾ അടുത്ത ചൂടത്തേക്ക് ആവുമെന്ന് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ട്, സോളാർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാരണം ഞങ്ങൾ പോയ അധികം വീട്ടിലും സോളാർ വെച്ചിട്ടുണ്ട്. അത് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ സോളാറുമായിട്ടുള്ള കമ്പനികളെ ബന്ധപ്പെട്ട് ചെയ്യുക. സാധാ ഒരു സോളാർ വെക്കുന്നതിന് ഏകദേശം വരുന്ന എമൗണ്ട് 2,70,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 70,000 രൂപ സബ്സിഡി ആയിട്ട് കിട്ടും. 2 ലക്ഷം നമ്മൾ EMI ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷം എന്തായിരിക്കും ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ പവർ കട്ട് ഉണ്ടെങ്കിൽ ഡേയിൽ തന്നെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വലിയ കഷ്ടപ്പാടായിരിക്കും. കാരണം ചിലപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എ സിയിൽ നമുക്കറിയാലോ, നല്ല ചൂടത്താണെങ്കിൽ എ സി എന്തായാലും ഇടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ശീലമായാലും പിന്നെ എന്തായാലും അത് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സോളാർ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ. ഇനിയിപ്പോൾ അധികാരികൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും മുൻകൂട്ടി കണ്ടിട്ട്, കാരണം കറണ്ടിൻ്റെ വാങ്ങലെങ്കിലും കുറച്ച് കൂട്ടണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 67% പുറത്തുനിന്ന് വാങ്ങുകയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇനി വരുന്ന വർഷങ്ങളിൽ എത്രത്തോളം വാങ്ങേണ്ടി വരും എന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഈ എ സിയുടെ ഇത് തുടങ്ങിയിട്ടുണ്ട്, അത് പണി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടായിട്ടുള്ളത്. അത്രത്തോളം എ സി നമുക്കിവിടെ സെയിലായിരുന്നതാണ്. കാരണം കമ്പനിയും തന്നെ നമ്മളെ വിളിക്കും എ സി ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രൈവറ്റ് വർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നിട്ട് ഈ കമ്പനി, നിങ്ങൾ എ സി എടുത്ത ആൾക്കാർക്ക് അറിയാലോ, ഒരു എ സി എടുത്താൽ ചിലപ്പോൾ അത് ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട്. അത്രത്തോളം എ സി സെയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വൈദ്യുതി ഉപയോഗം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. വെച്ചിട്ടില്ല, സോളാർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് മുന്നായിട്ട് തന്നെ വെക്കുക. അടവിനാണെന്നുവെച്ചെങ്കിൽ അടവിന് സത്യം പറഞ്ഞാൽ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ KSEB ഇതേപോലെ 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പവർ കട്ടാക്കിയാൽ ഉറപ്പായിട്ടും നമ്മൾ എ സി വെച്ചിട്ടുണ്ടെന്നല്ലാതെ നമുക്കിത് ചൂടത്ത് കിടക്കേണ്ട അവസ്ഥ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം, നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും 24 ഒരു 24 സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും 20 താഴത്തേക്ക് നമ്മൾ വരരുത്. അത്രത്തോളം നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടി കൂടുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് ബില്ലും കൂടും. അത് എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ എ സി എടുത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ഈ റിമോട്ടിൽ സെറ്റിങ്സ് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കൂട്ടി വെക്കുമ്പോൾ, ആ നമ്പർ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് തണുവ് കുറവാണ് കിട്ടുക. അത് ഒരു 22, 23, 24 ആകുമ്പോൾ തണുവ് കൂടും. അത് കുറച്ച് വരുമ്പോൾ 18, 16, 17 വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കംപ്രസർ വർക്ക് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ കറണ്ട് ബില്ലും കൂടും. പുതിയ എ സി എടുത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, നമ്മൾ ഒരു കാരണവശാലും 20 താഴേക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം അത് കൂടെ ഉള്ളൂ. 2 മാസത്തേക്കുള്ള നിങ്ങൾക്ക് കറണ്ട് ബില്ല് പിന്നെ വരുന്നത് ചിലപ്പോൾ 7,000, 8,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ അറിയാത്ത ആൾക്കാർ കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.